പത്തനാപുരം മിനി സിവിൽ സ്റ്റേഷനിൽ ജോയിന്റ് കൌൺസിലിന്റെയും മറ്റ് പ്രതിപക്ഷ യൂണിയനുകളുടെയും സംയുക്ത സൂചനാ പണിമുടക്കിൽ ഓഫീസ് പ്രവർത്തനം നിലച്ചു. സിവിൽ സ്റ്റേഷനിൽ ഭരണമുന്നണിയിൽപ്പെട്ട റവന്യൂ റിക്കവറി ഡെപ്യൂട്ടി തഹസിൽദാർ ഷിജു മാത്രമാണ് പത്തനാപുരം മിനി സിവിൽ സ്റ്റേഷനിൽ ജോലിക്കെത്തിയത്. പത്തനാപുരം മിനി സിവിൽ സ്റ്റേഷനിൽ ജോയിന്റ് കൌൺസിലും മറ്റ് പ്രതിപക്ഷ യൂണിയനുകളായ AKSTU, KGOF, KSSA, KLSSF, PSCSA, UF, US, PFCT എന്നിവരുടെ സംയുക്ത സൂചനാ പണിമുടക്കിൽ ഓഫീസിന്റെ പ്രവർത്തനം നിലച്ചു. സംസ്ഥാന ഭരണമുന്നണിയിൽപ്പെട്ട പ്രവർത്തകർ സൂചനാ പണിമുടക്കിൽ നിന്ന് വിട്ടുനിൽക്കുന്നുണ്ട്. സിവിൽ സ്റ്റേഷനിൽ ഭരണമുന്നണിയിൽപ്പെട്ട റവന്യൂ റിക്കവറി ഡെപ്യൂട്ടി തഹസീൽദാർ ഷിജു മാത്രമാണ് പത്തനാപുരം മിനി സിവിൽ സ്റ്റേഷനിൽ ജോലിക്കെത്തിയത്. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനം നടപ്പാക്കി പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുക, 12ാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ പൂർണ്ണമായും അനുവദിക്കുക, ലീവ് സറണ്ടർ മരവിപ്പിച്ച നടപടി പിൻവലിക്കുക, മെഡിസെപ്പ് സർക്കാർ ഏറ്റെടുക്കുക, കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സൂചനാ പണിമുടക്ക് നടത്തിയത്. മിനി സിവിൽ സ്റ്റേഷൻ ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന വില്ലേജ് ഓഫീസ് പൂർണ്ണമായും പ്രവർത്തനരഹിതമായി. വിവിധ ആവശ്യങ്ങൾക്കായി എത്തിയ സാധാരണക്കാർ സൂചനാ പണിമുടക്കിൽ വലഞ്ഞു. സങ്കടത്തോടെയും അമർഷത്തോടെയുമാണ് വീടുകളിലേക്ക് തിരികെ പോയത്. സർക്കാർ ജീവനക്കാർക്ക് ഗവൺമെന്റുകളുടെ വിവിധങ്ങളായ ആനുകൂല്യങ്ങളും ഉയർന്ന ശമ്പളവും കിട്ടിക്കൊണ്ടിരിക്കെ സൂചനാ പണിമുടക്ക് കൊണ്ട് സർക്കാർ സേവനങ്ങൾക്കായി എത്തുന്ന സാധാരണക്കാരെ വലയ്ക്കുന്ന സമരക്കാർക്കെതിരെ വൻ പ്രതിഷേധമാണ് പൊതുജനങ്ങളിൽ നിന്നുണ്ടായത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.